എല്ലാവർക്കും അബ്സ്ട്രാക്ട് ഓൾജിബ്രയുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് MG യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരം FIUGP 5ാം സെമസ്റ്ററിന്റെ ഒരു പേപ്പറായ ഫണ്ടമെന്റൽസ് ഓഫ് ഗ്രൂപ്പ്സ് ആൻഡ് റിങ്സ് എന്ന് പറയുന്ന പേപ്പറിലെ റിങ്സ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് 4ാമത്തെ മൊഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ റിങ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് നമുക്ക് കടക്കാം. നമുക്ക് ഗ്രൂപ്പ് എന്താണെന്നും ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ടുകൾ എന്താണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളിനി റിങ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. റിംഗ് എന്ന് പറയുന്നത് ഒരു സെറ്റും അതിനോടൊപ്പം 2 ബൈനറി ഓപ്പറേഷൻസും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ആക്സിയംസ് നമ്മൾ നോക്കുന്നു. ഇവയെല്ലാം കൂടി ചേരുന്ന ഒരു സെറ്റ് ടുഗദർ വിത്ത് 2 ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നതാണ് റിംഗ് എന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു സെറ്റും ഒരു ബൈനറി ഓപ്പറേഷനും കൂടി ചേരുമ്പോൾ അവ കുറച്ച് ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ പ്രത്യേകതകൾ അനുഭവപ്പെടുന്നുണ്ട്. ഇത് ഗ്രൂപ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു മൾട്ടിപ്ലിക്കേഷൻ കൂടി, മറ്റൊരു ബൈനറി ഓപ്പറേഷൻ കൂടി കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ 2 ഓപ്പറേഷൻ എന്നുള്ളത് ഒരു സിംബോളിക്കലായിട്ടാണ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എന്നുള്ള രീതിയിൽ പറയുന്നത്. എന്നാൽ അത് മാറിയിട്ട് 2 ബൈനറി ഓപ്പറേഷൻ മറ്റെന്തുമാകാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു സെറ്റും 2 ബൈനറി ഓപ്പറേഷൻ കൂടി ചേർത്തുകൊണ്ട് റിംഗ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇനി നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾസിലോട്ട് കടക്കാം. ഇവിടെ നമുക്ക് Z പ്ലസ് ഡോട്ട്, Q പ്ലസ് ഡോട്ട്, R പ്ലസ് ഡോട്ട് ആൻഡ് C പ്ലസ് ഡോട്ട് എന്ന് പറയുന്ന 4 റിങ്സിനെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കളക്ഷൻസ് ഓഫ് ഓൾ, സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റാഷണൽസ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ളതെല്ലാം റിംഗ് ആയിട്ട് മാറും എന്നുള്ളത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത എക്സാമ്പിളിലോട്ട് കടക്കുമ്പോൾ MNR എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ n/n മെട്രിക്സസ് ഹാവിങ് എലമെന്റ്സ് ഓഫ് R ആസ് എൻട്രീസ് എന്നുള്ളതാണ്. അപ്പോൾ R എന്ന് പറയുന്നത് എനി റിംഗ് ആണെന്ന് നമുക്കറിയാം. ആ എനി റിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ പരിചയപ്പെടുമ്പോൾ ആറിലുള്ള എലമെന്റ്സ് ആണ് അത് MNR, n/n മെട്രിക്സസ് ആണ്. ആദ്യം നമ്മൾ അഡീഷന്റെ കാര്യത്തിൽ അബീലിയൻ ഗ്രൂപ്പ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അത് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷന്റെ കാര്യത്തിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, റിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഗ്രൂപ്പിൽ പഠിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഇവിടെയുള്ള മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് 2 ഓപ്പറേഷനും കൂടി ചേരുമ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, 3ാമത്തെ ആക്സിയമായിട്ട് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതും ഈ n/n മെട്രിക്സിന്റെ കളക്ഷൻസിന്റെ കാര്യത്തിൽ നമുക്കവിടെ സാധ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് MNZും MNQും MNCയും ഒക്കെ തന്നെ ഇവിടെയുള്ള പ്രത്യേകത, കളക്ഷൻസ് ഓഫ് ഓൾ n/n മെട്രിസസ് വിത്ത് എൻട്രീസ് എന്ന് പറയുന്നത് ഇസഡും, അടുത്തത് MNQ പറയുമ്പോൾ എൻട്രീസ് എന്ന് പറയുന്ന ക്യൂവും, എൻട്രീസ് ഇൻ ആറും. ഇവിടുത്തെ 6 പ്രത്യേകത സ്ക്രിപ്റ്റ് ആറാണ്. സ്ക്രിപ്റ്റ് ആർ എന്ന് പറയുന്നത് നമുക്കറിയാം കളക്ഷൻസ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അവിടെ സ്ക്രിപ്റ്റ് C എന്ന് പറയുന്ന കളക്ഷൻസ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നും റിയൽ നമ്പേഴ്സ് എന്നും റാഷണൽ നമ്പേഴ്സ് എന്നും ഇൻഡിജേഴ്സ് എന്നും എടുക്കുന്ന എലമെന്റുകളാണ് ഈ മെട്രിക്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രത്യേകത അനുസരിച്ചിട്ട് ഈ മെട്രിക്സുകളുടെ കാര്യത്തിലും നമുക്ക് റിംഗ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഡിഷന്റെ കാര്യത്തിൽ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മൾട്ടിപ്ലിക്കേഷന്റെ കാര്യത്തിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിങ്ങിന്റെ എല്ലാ ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നു എങ്കിൽ പോലും നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷന്റെ കാര്യത്തിൽ സാധ്യമല്ല എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു നോട്ടായിട്ട് പറയാം, മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് എ കമ്മ്യൂട്ടേറ്റീവ് ഓപ്പറേഷൻ ഇൻ എനി ഓഫ് ദീസ് റിങ്സ് ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ളത്. കാരണം മെട്രിസസിന്റെ കാര്യത്തിൽ നമ്മൾ ഗ്രൂപ്പ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്,
മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ റിംഗ് ആകും എന്നുള്ളത് മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്ക് നമുക്ക് നോട്ട് ചെയ്യേണ്ടത് ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് എഫ് ബി ദ സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻസ് എഫ് ഫ്രം ആർ ടു ആർ എന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് ആർ ടു സ്ക്രിപ്റ്റ് ആർ ആണ്. അപ്പോൾ റിയൽ നമ്പേഴ്സിൽ നിന്നും റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻസിലേക്കുള്ള ഫംഗ്ഷനുകളുടെ ഒരു കളക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എഫ് പ്ലസ് എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഇവിടെ ഫംഗ്ഷനുകളുടെ അഡിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കത് സാധ്യമാണ് എന്നുള്ളതാണ്. ഒരു അബീലിയൻ ഗ്രൂപ്പായിട്ട് നമുക്ക് ആക്ട് ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമാണ്. മൾട്ടിപ്ലിക്കേഷന്റെ കാര്യത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അറിയാം, എഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ഒരു കോമ്പോസിഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കോമ്പോസിഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അതോടൊപ്പം ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും സാറ്റിസ്ഫൈ ചെയ്യുന്നു. ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻസ് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഒരു റിംഗ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇസഡ് എൻ പ്ലസ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഗ്രൂപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് എന്നുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു. ആ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇസഡ് എൻ പ്ലസ് എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പാണെന്ന് നമുക്കറിയാം. ഇഫ് വി ഡിഫൈൻ ഫോർ എ ബി ബിലോങ്സ് ടു ഇസഡ് എൻ ദ പ്രോഡക്റ്റ് എ ബി ആസ് ദ റിമൈൻഡർ ഓഫ് ദി യൂഷ്വൽ പ്രോഡക്റ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് വെൻ ഡിവൈഡഡ് ബൈ എൻ എന്നുള്ള നിലയിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ അതൊരു ഇസഡ് എൻ പ്ലസ് ഡോട്ട് എന്ന് പറയുന്നത് ഒരു റിംഗ് ആയിട്ട് മാറും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇസഡ് ടെന്നിന്റെ കാര്യത്തിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ടെന്നിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ട് എലമെന്റ്സ് എടുക്കുക, 3ഉം 7ഉം. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21 കിട്ടും. ആ 21 ഇവിടെ എൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് 10 ആണ്. അപ്പോൾ എൻ എന്ന് പറയുന്ന 10 ആയതുകൊണ്ട് തന്നെ ആ 21 10 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ 3യുടെയും 7ന്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1 ആയിട്ട് മാറുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു എലമെന്റ് എടുത്താലും ഇതേപോലെ നമുക്ക് പ്രോഡക്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്നുള്ളതാണ്. ഈ ഓപ്പറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇസഡ് എന്നും അതോടൊപ്പം ചേർക്കുന്ന ബൈനറി ഓപ്പറേഷൻസ് ആയിട്ടുള്ള അഡീഷൻ, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എൻ എന്ന് പറയുന്ന ഓപ്പറേഷനും ഒക്കെ കൂടി ചേർന്ന് നമുക്ക് ഒരു റിംഗ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് ദ റിംഗ്സ് RI എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ R1 R2 എക്സെട്ര RN എന്ന് പറയുന്നതെല്ലാം റിങ്ങുകളാണ്, N റിങ്ങുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ R1 ക്രോസ് R2 ക്രോസ് എക്സെട്ര ക്രോസ് RN എന്ന് പറയുന്നത് എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. N ടപ്പിൾസ് ആയിട്ടാണ്. അതിൽ ഓർഡേർഡ് പെയർസ് R1 R2 എക്സെട്ര RN എന്ന് പറയുന്നതിലുള്ള ഓരോ RIകളും എന്ന് പറയുന്നത് ക്യാപിറ്റൽ RI എന്ന് പറയുന്ന റിങ്ങുകളിലുള്ള എലമെന്റുകളാണ്. അപ്പോൾ സ്മോൾ RI എന്ന് പറയുന്നത് ക്യാപിറ്റൽ RI എന്ന് പറയുന്ന റിങ്ങുകളിലുള്ള എലമെന്റുകളാണ്. അപ്പോൾ സ്മോൾ R1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ R1 എന്ന് പറയുന്ന റിങ്ങിലുള്ള എലമെന്റും R2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ R2 എന്ന് പറയുന്ന റിങ്ങിലുള്ള എലമെന്റുകളും, അങ്ങനെ ഓരോ എലമെന്റുകളും ഓരോ റിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകളാണ്. അവയെല്ലാം ഒരു ഓർഡേർഡ് പെയറായിട്ട് നമ്മൾ എഴുതുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് R1 ക്രോസ് R2 ക്രോസ് എക്സെട്ര ക്രോസ് RN എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് ദി റിംഗ്സ് RI എന്ന് നമുക്ക് വിളിക്കാം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് 0 എന്ന് പറയുന്ന അഡിറ്റീവ് ഐഡന്റിറ്റി എടുക്കാം. ഒരു റിങ്ങിലുള്ള അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് എടുക്കാം. A എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -A ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ A+A+A+A+ എന്ന് പറഞ്ഞ്
n ടൈംസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ n ഇൻറ്റു എ എന്നുള്ളത് പറയാമല്ലോ. അപ്പോൾ ഈ n ഇൻറ്റു എ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡോട്ട് എന്ന് പറയുന്നത് റിങ്ങിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ അല്ല, ബൈനറി ഓപ്പറേഷൻ അല്ല. ഇവിടെ എ n സമ്മൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കതിനെ എഴുതാൻ പറ്റുന്ന ഒരു സൗകര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ n ഇൻറ്റു എ എന്നുള്ള രീതിയിലാണ് നമ്മൾക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ n ടൈംസ് എ പ്ലസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് n ഇൻറ്റു എ നമുക്ക് മനസ്സിലാക്കാം. ഇനി ആ n എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ n ഇൻറ്റു എ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് മൈനസ് എ പ്ലസ് മൈനസ് എ പ്ലസ് മൈനസ് എ പ്ലസ് എക്സെട്ര പ്ലസ് മൈനസ് എ എന്ന് പറഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. അത് മോഡ് n സമ്മൻസ് എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് 0 ഇൻറ്റു എ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത് 0 ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ ഓൾ 0 ബിലോങ്സ് ടു ഇസഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത് റിംഗ് തിയറിയുടെ മറ്റ് പ്രോപ്പർട്ടികൾ മനസ്സിലാക്കാം. അത് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.